സത്യസന്ധമായിട്ട് നമുക്ക് സാധാരണക്കാരന് പോലും മനസ്സിലാകാത്ത ചോദ്യങ്ങൾ. ഇപ്പോൾ ഇത് വളരെ സമർത്ഥമായിട്ട് ഇവരുടെ ഏറ്റവും വലിയ സാമർത്ഥ്യം കിലോ കണക്കിന് ടൺ കണക്കിന് സ്വർണം പോയിരിക്കാൻ, ശബരിമല വന്നിരിക്കുന്ന സ്വർണം മുഴുവൻ പോയിരിക്കാൻ വേണ്ടത്, അല്ലെ പോയേരെ. അപ്പോൾ ഇത് വെറും ഗ്രാമുകളുടെ സ്വർണ്ണമായിട്ട് കൊണ്ടുവന്നു. ഏതാനും 10 100 അല്ലെ 10 500 10 1000 ഗ്രാമിൻ്റെ ഒരു കിലോയുടെ വരെ അളവായിട്ട് ഇത് കുറയ്ക്കാൻ ഇവർക്ക് പറ്റി. അതിൻ്റെ മറ്റ് മൂല്യം ആൻറ്റിക് മൂല്യം പറയുന്നില്ല, ദൈവവിശ്വാസമായി ബന്ധപ്പെട്ട മൂല്യം പറയുന്നത്, ആത്മീയ വിശ്വാസ ആ മൂല്യം നമ്മൾ പറയുന്നില്ല, നമുക്ക് കണക്കൂട്ടാനും പറ്റിയില്ല അത് എത്ര കോടിയുണ്ടെന്ന്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തിൻ്റെ കണക്ക് പറയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അതുപോലത്തെ കണക്കെടുക്കാനിവിടെ ഇവർ തയ്യാറായിട്ടില്ല. ഉദ്യോഗസ്ഥന്മാർക്കൊട്ട് കേൾക്കുമ്പോൾ നല്ലതാണ്. ഇവർ അന്വേഷണം താമസിപ്പിക്കുന്തോറും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ, ഇപ്പോൾ ഞാൻ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വസ്ഥമായി ഈ വിഷയം വന്നതിന് ശേഷം എത്ര നാൾ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റി. ഒരു വാർത്ത കൂടെ കേൾക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അതിനെക്കുറിച്ച് ഈ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പോൾ തൊട്ട് മറ്റേ ജുവലറി അടച്ചു. ആരുടെ? ഗോവർദ്ധൻ്റെ ബെല്ലാരിയിലെ ജുവലറി അടച്ചിട്ടു.